അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ സമ്പൂർണ്ണ പഠന പദ്ധതിയുടെ 3-ാം ദിവസമായ ഇന്ന് നമ്മൾ 6-ാമത്തെ ജുസ് ആണ് ഇന്ന് ആദ്യ സെഷനിൽ പഠന വിധേയമാക്കുന്നത്. 6-ാമത്തെ ജുസിൻ്റെ സംക്ഷിപ്ത രൂപം, അതിൽ പരാമർശിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ, നമുക്കുള്ള ഗുണപാഠങ്ങൾ എന്നിങ്ങനെയുള്ള ആശയതലങ്ങളെ നിങ്ങളുമായി സംവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ ജുസ് ആരംഭിക്കുന്നത് സൂറത്ത് നിസായിലെ 148-ാമത്തെ വചനം മുതലാണ്. അടുത്ത അധ്യായമായ സൂറ അൽ മാഇദയിലെ 85 വരെയുള്ള ആയത്തുകൾ നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടും. വളരെ വിശാലമായ ആശയങ്ങളെ നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജുസ്ഇലൂടെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൻ നിസായിൽ 148 മുതലുള്ള ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കാദ്യമായി മനസ്സിലാക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, എന്നെയും നിങ്ങളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വാക്കും പ്രവൃത്തിയുമൊക്കെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി പറയുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതിൻ്റെ കാരണം, നാളെ പാരത്രികമായ ലോകത്ത് നമുക്കൊരു വിചാരണയെ നേരിടാനുണ്ട് എന്നുള്ളത് കൊണ്ടും സദാസമയം എന്നെയും നിങ്ങളെയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധവും കൊണ്ടാണ് അത്തരമൊരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ എത്രത്തോളം സൂക്ഷ്മമായിരിക്കണമെന്നും എത്രത്തോളം ഗൗരവത്തിൽ നിങ്ങൾ ആ വിഷയത്തിൽ ബോധവാന്മാരാകണമെന്നും സൂചിപ്പിച്ചിട്ടുള്ളത്. അതാണ് നമുക്ക് സൂറ നിസാഇൻ്റെ 148-ാമത്തെ ആദ്യ ഭാഗത്ത് കാണാൻ കഴിയുക. നല്ല വാക്കുകൾ പറയുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ എത്രത്തോളം നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നല്ല വാക്കുകളും നല്ല കാര്യങ്ങളുമൊക്കെ അവ പരസ്യമായി ചെയ്താലും രഹസ്യമായി ചെയ്താലും ശരി, അള്ളാഹുവിന് അതൊക്കെ ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ വിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ നിങ്ങൾ തിന്മക്ക് പകരമായി തിന്മ ചെയ്യരുത്. നിങ്ങൾ തിന്മക്ക് പകരമായി തിന്മ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരോട്, കൂടപ്പിറപ്പുകളോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾ ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ക്ഷമയും വിട്ടുവീഴ്ചയും മാപ്പ് കൊടുക്കലുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറെ ഇഷ്ടപ്പെടുകയും അവർക്ക് വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ നിസാഇൻ്റെ 6-ാമത്തെ ജുസ്ഇലെ ആദ്യ ഭാഗങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഫഇന്നല്ലാഹ കാന അഫൂവൻ ഖദീറ. അല്ലാഹു ഏറെ മാപ്പ് നൽകുന്നവനും അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉത്ബോധിപ്പിച്ച ഒരു ഭാഗം കൂടെ ചേർത്ത് വെച്ച് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ദാനധർമ്മം നിർവഹിക്കുന്നവരാണല്ലോ. എന്നാൽ ദാനധർമ്മ നിമിത്തം നമ്മുടെ ധനം ഒരിക്കലും തന്നെ ചുരുങ്ങിപ്പോവുകയില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാപ്പ് നൽകൽ കൊണ്ട് നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക്, നിങ്ങളുടെ കൂടെയുള്ളവരോട് നിങ്ങൾ വിട്ടുവീഴ്ചയും നിങ്ങൾ മാപ്പും നൽകുന്നതിലൂടെ
നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ വീരന്മല്ലാതെ ആവുന്നില്ല. നമുക്ക് ശക്തി കുറയുന്നില്ല, നമ്മളേറെ ശക്തന്മാരാവുകയാണ് ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധിപ്പിക്കുന്നു. ശേഷം നമുക്ക് ആ ജുസ്ഇൽ നിന്ന് മനസ്സിലാക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം, അള്ളാഹുവിലും പ്രവാചകന്മാരിലും വിശ്വസിക്കാത്ത, അള്ളാഹുവിലും പ്രവാചകന്മാരിലും ഒന്നും വിശ്വസിക്കാതെ അവരിൽ വ്യത്യാസം കാണിക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നു. ആരാണ് അവർ? നിങ്ങൾ നോക്കൂ, അള്ളാഹുവിലും അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും അവൻ്റെ ദൈവദൂതന്മാരിലും കൃത്യമായി വിശ്വാസം കാണിക്കാതെ പരസ്പരം വ്യത്യാസം കാണിക്കുന്നവർ. ചിലർ പ്രവാചകന്മാരിലും അവരുടെ പ്രബോധനത്തിലും വിശ്വസിക്കുന്നതായി വാദിക്കും ചില ആളുകൾ. എന്നാൽ മറ്റു ചില ആളുകൾ പ്രവാചകന്മാരിൽ വിശ്വസിക്കാതെ അവരെ നിഷേധിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നു. വിശേഷിച്ചും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഹൂദികളെയും ക്രിസ്ത്യാനികളെയും സംബന്ധിച്ചാണ് ഈ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരുടെയും ഉത്തരവാദിത്വം അള്ളാഹുവിൽ വിശ്വാസം നിങ്ങൾ സമർപ്പിക്കണമെന്നും ആ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം ഈ ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആ അള്ളാഹുവിലും അള്ളാഹു നിയോഗിച്ച ദൂതന്മാരിലുമൊക്കെ പരസ്പരം വ്യത്യാസം കാണിച്ച് ചേർന്ന് നിൽക്കാതെ അവർക്കിടയിൽ വേർതിരിവുണ്ടാക്കി അവരുടെ നിഷേധവും അതോടൊപ്പം തന്നെ അവരെ ധിക്കരിക്കുന്നവരുമായി തീർന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് തനി അവിശ്വാസം എന്ന പ്രഖ്യാപനമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖ. നമ്മുടെ മനസ്സിൽ നമ്മൾ വളരെ കൃത്യമായി ബോധ്യപ്പെടണം, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും പ്രവാചകന്മാരിൽ നിങ്ങൾ വ്യത്യാസം കാണിക്കുന്നതിന് എങ്കിൽ ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖ, അവർ തന്നെയാണ് തനി അവിശ്വാസിയായിട്ടുള്ളത്. എന്താണ് അവർക്ക് അനുഭവിക്കാനുള്ളത്? വഅഅ്തദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന, അവർക്ക് നാം വേദനയേറിയ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ ആശ്വാസത്തിന്റെ വാക്കാണ് തൊട്ടപ്പുറത്തുള്ളത്. നിങ്ങൾ ഏകനായ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൈവദൂതന്മാരിൽ വ്യത്യാസം കാണിക്കാതെ, നിഷേധികളാകാതെ, ധിക്കാരികളാകാതെ നിങ്ങൾ അവരെ എല്ലാവരെയും അംഗീകരിക്കുന്നവരാണ് എങ്കിൽ ഉലൈക സൗഫ യുതീഹിം ഉജൂറഹും, നിങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു വഴിയെ നൽകുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധിപ്പിക്കുന്നു. ഈ ജുസ്ഇൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം വേദക്കാരുടെ ആവശ്യങ്ങളും അവരുടെ ജൽപ്പനങ്ങളുമാണ്. വേദക്കാരുടെ ആവശ്യങ്ങളും അവരുടെ ജൽപ്പനങ്ങളുമാണ്. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേദക്കാരുടെ ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം, പ്രവാചകരെ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണമെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ആകാശ ലോകത്ത് ഇറക്കി കൊടുത്തതുപോലെ ഒരു കിതാബ് ഞങ്ങൾക്ക് ഇറക്കി തരണം, അതിൽ താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കണമെന്ന കൽപ്പനയും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം അവരിൽ നിന്നുണ്ടായത് സതുദ്ദേശത്തോടു കൂടിയായിരുന്നില്ല, തികച്ചും നിഷേധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പ്രതീകമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കാണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, പ്രവാചകരെ അവരുടെ ചോദ്യം സതുദ്ദേശത്തോടു കൂടിയുള്ളതല്ല, കാരണം ഇതിനേക്കാൾ വലിയ ധിക്കാരവും നിഷേധവും കാണിച്ച പാരമ്പര്യമുള്ളവരാണവർ. അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ച ചോദ്യം എന്താ? മൂസാ, നീ പറയുന്ന റബ്ബിൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ റബ്ബിനെ ഞങ്ങൾക്ക് നേരിൽ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരണം, എങ്കിൽ ഞങ്ങൾ ആ റബ്ബിൽ വിശ്വസിക്കാം എന്ന ധിക്കാരമായിരുന്നു ഇവരുടെ മുൻഗാമികളായ ആളുകൾ. അവരുടെ പാരമ്പര്യം അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ കാണിക്കുന്നു. എന്നാൽ അവരേറെ ധിക്കരിച്ച് മുന്നോട്ട് പോയി. എത്രയേറെ അനുഗ്രഹങ്ങൾ നേരിൽ കണ്ടും അനുഭവിച്ച സമൂഹമാണവർ. പക്ഷെ ഏറെ ധിക്കരിച്ചു. ആ ധിക്കാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് വലിയ ഇടുത്തി വീഴലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൂർ പർവ്വതം അവരുടെ മുകളിൽ കൊണ്ടുവന്ന് അവരിൽ നിന്ന് കരാറ് വാങ്ങിച്ചു. നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട് പ്രവേശിക്കണം, ശനിയാഴ്ച ദിവസം നിങ്ങൾ മത്സ്യം പിടിക്കരുത് എന്നീ തുടങ്ങിയ കൽപ്പനകളൊക്കെ അവർ അതിക്രമിച്ചു ലംഘിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥവുമായി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ആ ജനത പശുക്കുട്ടിയെ ആരാധിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. എത്രയേറെ കരാറുകളാണ് അവർ ലംഘിച്ചത്. അങ്ങനെ പശുക്കുട്ടിയെ ആരാധിക്കുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആനിലെ സൂറ അഅറാഫിലും സൂറ ത്വാഹയിലും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും. സൂറ ബഖറയിലും നമുക്ക് ആ വിഷയത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ വേദക്കാരുടെ ആവശ്യങ്ങളെയും ജൽപ്പനങ്ങളെയും 6-ാമത്തെ ജുസ്ഇല് സൂറ നിസാഇന്റെ 160 വചനങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും.
അതിനപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തെയും ഈ ജുസയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. യഹൂദികൾക്ക് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് പാത്രമായി തീരാനുള്ള കാരണം, യഹൂദികൾ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് പാത്രമായി തീരാനുള്ള കാരണങ്ങൾ ഓരോ വിശ്വാസിയും അവരവരുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഭാഗങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അതിൽ അവരുടെ ഒന്നാമത്തെ ഒരു പ്രശ്നമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് കരാളുകളും പ്രതിജ്ഞകളും അവർ ലംഘിച്ചു. അതാണ് നമ്മൾ തൊട്ടുമുകളിൽ സൂചിപ്പിച്ചത്. അവരിൽ നിന്ന് നേരിട്ട് വാങ്ങിയ കരാർ അവർ ലംഘിച്ചു കളഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്ത് രണ്ടാമത്തെ ഒരു വിഷയം, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളിലുള്ള അവിശ്വാസമായിരുന്നു. അള്ളാഹുവിൻ്റെ ആയത്തുകളിലുള്ള അവിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താകണമെന്ന് വളരെ കൃത്യമായി അവർക്ക് വേദഗ്രന്ഥം നൽകി. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. ആ ആയത്തുകൾ അവർ നിഷേധിച്ചു. അതിനപ്പുറത്ത് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവിക പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൃത്യമായ മുഅ്ജിസത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു. പക്ഷേ അതിനെയും അവർ നിഷേധിച്ചു കളഞ്ഞു. രണ്ടാമത്തെ കാരണം അതാ. മൂന്നാമത്തെ കാരണം, യാതൊരു ന്യായവും കൂടാതെ തനി അക്രമവും ധിക്കാരവുമായി അവർ പല പ്രവാചകന്മാരെയും കൊലപ്പെടുത്തി. ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ഒന്നാമത്തെ ജുസ്ഇൽ സൂറ ബഖറയിലും ഇനി വരാനിരിക്കുന്ന സൂറ അഅറാഫിലും ആ വിഷയത്തെ കൂടുതലായി പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു ഭാഗം നോക്കൂ നിങ്ങൾ. അവര് പ്രവാചകരോട് പറഞ്ഞ വാക്യം ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ ഹൃദയങ്ങൾ ഊറിയിട്ട് മൂടിക്കിടക്കുകയാണ്, നിങ്ങൾ ഉപദേശിക്കുന്നതൊന്നും ഇനി ഞങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുകയില്ല. അഥവാ ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ഹൃദയമൊക്കെ ഞങ്ങളുടെ മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ കൊണ്ട്, അറിവ് കൊണ്ടും വിജ്ഞാനം കൊണ്ടും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇനി നീ പറയുന്ന ഒരു വാക്കും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നായിരുന്നു. അതുമാത്രമല്ല, മറ്റൊരു വ്യാഖ്യാനമായി നമുക്ക് വായിക്കാം അതിനെ ഇങ്ങനെ: ഞങ്ങളുടെ മനസ്സ് സ്ഥായിയായ ഒന്നിൽ നിന്ന് ഇനി മാറുന്നില്ല, പുതുതായി നീ കൊണ്ടുവരുന്ന ഒന്നും ഞങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുകയില്ല. ഇതും അവരുടെ ജീവിതത്തിൽ അവർ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങാനുണ്ടായ ഒരു കാരണമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. മറ്റൊരു ഭാഗം നോക്കും നിങ്ങൾ. മറിയം ബീവിയുടെ പേരിൽ അവർ നടത്തിയിട്ടുള്ള വലിയ കള്ള ആരോപണമായിരുന്നു. നമുക്കറിയാം, മറിയം നിന്റെ ഉമ്മയും ഉപ്പയും ഒന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ, നീ എന്തേ ഇങ്ങനെ വഴിപിഴച്ചു പോയത്? അവരുടെ ആരോപണമായിരുന്നു അത്. ഈസാ നബിയെ കുറിച്ച് അവർ പറഞ്ഞത് ജാരസന്തതിയാണ് എന്നാണ്. മറിയം ബീവിയെ കുറിച്ച് അവർ പറഞ്ഞത് മോശപ്പെട്ട സ്ത്രീ എന്നായിരുന്നു. ഇങ്ങനെ നിരവധി കള്ള ആരോപണങ്ങൾ ഉണ്ടായി. മറിയം ബീവി അതിന് ഉത്തരമായി നൽകിയത് തൊട്ടിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കൂ എന്നായിരുന്നു. തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ എന്തു പറയാം മറിയം, പക്ഷെ നിങ്ങൾ സംസാരിക്കൂ എന്ന പ്രഖ്യാപനം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിൽ വെച്ച് സംസാരിച്ചപ്പോൾ അവർ അത്രയേറെ നിഷേധിക്കുകയും കള്ളപ്രചരണം നടത്തുകയും ആരോപണം നടത്തുകയും ചെയ്ത ആളുകൾ ഒരല്പം ഒന്ന് അതിൽ നിന്നും മാറി നിന്നു. ഇസ്രായേലിൽ തന്നെ അതിപ്രഗത്ഭമായ ഒരു കുടുംബത്തിലെ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒരല്പം ഒന്ന് മാറി നിന്നു. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകദൈവ ആരാധനയുടെ പ്രബോധനവുമായി വഴിയിലേക്ക് വന്നപ്പോൾ അവരാദ്യം ആരോപിച്ച അതേ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും അതിശക്തമായി ആരോപിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ ആരോപണത്തെക്കുറിച്ച് ബുഹ്താനൻ അദീമ, വമ്പിച്ച കള്ള ആരോപണമാണ് അത് എന്ന് പറയാനുണ്ടായ കാരണം. മറ്റൊരു കാരണം, അവർ ക്രൂശിക്കപ്പെടാൻ, അവർ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയമാകാനുണ്ടായ ഒരു കാരണം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ തങ്ങൾ ക്രൂശിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നുവെന്ന അവരുടെ അഹങ്കാരവാദമായിരുന്നു. മറിയമിൻ്റെ മകൻ ഈസാ മസീഹിനെ ഞങ്ങൾ കൊലപ്പെടുത്തിയിരിക്കുന്നുവെന്ന, ഖതൽനാ അൽ മസീഹ ഈസ ഇബ്ന മറിയം, മറിയമിൻ്റെ മകൻ ഈസാ മസീഹിനെ. അതുകൊണ്ടൊന്നും അവരെ ധിക്കാരം അവസാനിച്ചില്ല. അവര് വീണ്ടും പറഞ്ഞ വാക്കെന്താണെന്നറിയോ? റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മറിയമിൻ്റെ മകൻ ഈസാ മസീഹിനെ ഞങ്ങൾ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന അവരുടെ അഹങ്കാരവാദം. ഈ വാദവും വിശ്വാസവും യഹൂദികൾക്ക് മാത്രമാണോ ഉള്ളത്? അല്ല, ക്രൈസ്തവ വിശ്വാസികളും ഇത് വാദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ രണ്ട് തമ്മിലൊരു വ്യത്യാസമുണ്ട്. യഹൂദികൾ അവരുടെ ശക്തി പ്രകടനമായി, അവരുടെ ജീവിതത്തിൽ വലിയ ഒരു കീർത്തിയായി ഞങ്ങൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ക്രൈസ്തവ വിശ്വാസികൾ പറയുന്ന വിശ്വാസമാകട്ടെ ജന്മനാ പാപിയായ മനുഷ്യവർഗത്തിൻ്റെ പാപഭാരത്തിൽ നിന്ന് മനുഷ്യന് പാപമോചനം ലഭിക്കുവാൻ വേണ്ടി ദൈവപുത്രനായ യേശു അഥവാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കുരിശു വരിച്ചതായിട്ടാണ് ക്രൈസ്തവ വിശ്വാസികൾ അതിനെ കാണുന്നത്. ഒരു വിഭാഗം കീർത്തിയായി, അവരുടെ വലിയ അഹങ്കാരമായി, അവരുടെ വലിയ ധിക്കാരമായി കാണുമ്പോൾ, മറ്റൊരു ഭാഗം അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചേർത്ത് വെക്കുന്നു എന്നർത്ഥം.
ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു യഹൂദരായിട്ടുള്ള ആ വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ശാപത്തിന്, അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് പാത്രമായത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ജുസ്ഇൽ നിന്ന് മനസ്സിലാകുന്ന വളരെ പ്രത്യേകമായ മറ്റൊരു ഭാഗം, ദിവ്യദൗത്യം മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും പുതിയതല്ല എന്നാണ്. ദിവ്യദൗത്യം മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും പുതിയതല്ല. ഈ ലോകത്ത് ജീവിച്ചു മരിച്ചുപോയ എല്ലാ സമൂഹങ്ങൾക്കും അവരവരുടെ കാലഘട്ടങ്ങളിൽ കൃത്യമായി അള്ളാഹുവിൻ്റെ താക്കീതുകാരന്മാർ വന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ താക്കീതുകാരന്മാരുടെ ദൗത്യം? സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക എന്നായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്, അള്ളാഹുവിലുള്ള വിശ്വാസവും സന്മാർഗവും ഒക്കെ സ്വീകരിക്കാത്തവർക്ക് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷാ നടപടികളെക്കുറിച്ചുള്ള താക്കീത് മുന്നറിയിപ്പുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായി പറയുന്നു, ഇതൊരു പുതിയ ഒരു വിഷയമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ദിവ്യദൗത്യം മനുഷ്യ ചരിത്രത്തിൽ പുതിയതല്ല. മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾക്കും ഇത് കൃത്യമായി ഇതുപോലെയുള്ള ദിവ്യദൗത്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കൃത്യമായ വിഷയത്തെ നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നു. മറ്റൊരു വിഷയം നോക്കൂ നിങ്ങൾ, സജ്ജനങ്ങളുടെ സ്വർഗജീവിതവും സ്വർഗീയ അനുഗ്രഹങ്ങളും എന്നെന്നും ശാശ്വതമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഞാനും നിങ്ങളുമൊക്കെ സ്വർഗത്തെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എത്തിപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, സജ്ജനങ്ങളുടെ സ്വർഗജീവിതവും സ്വർഗീയ അനുഗ്രഹങ്ങളും ഏതെങ്കിലും ഒരു കാലത്ത് മുറിഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഖാലിദീന ഫീഹാ അബദ എന്ന് വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു മാർഗം, ധിക്കാരികളാണ് എങ്കിൽ, അവിശ്വാസവും ചേർത്ത് പിടിച്ചാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ഏകനായ സൃഷ്ടാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ നമുക്ക് പ്രയാസമുണ്ട് എങ്കിൽ, ആ പ്രവാചകനെ അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് എങ്കിൽ, പ്രവാചകന്റെ വഴിയിൽ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാൻ നമുക്ക് പ്രയാസമുണ്ട് എങ്കിൽ, അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവിശ്വാസികളുടെ നരക ജീവിതവും ശിക്ഷാ അനുഭവങ്ങളും എന്നെന്നും ശാശ്വതമായിരിക്കും. ഖാലിദീന ഫീഹാ അബദ എന്ന് ഇവിടെയും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയും ചെയ്യുന്നു. ഈ 6-ാമത്തെ ജുസ്ഇന്റെ അവസാന ഭാഗത്ത് നമുക്ക് സൂറ നിസായിൽ കാണാൻ കഴിയുന്ന ഒരു ഭാഗം, അള്ളാഹുവിനെ ആരാധിക്കാൻ വൈമനസ്യമുള്ളവരുടെ അനുഭവം എന്തായിരിക്കുമെന്നാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഏകനായ ഒരു സൃഷ്ടാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ. ആ സൃഷ്ടാവിനെ ആരാധിക്കുവാൻ വൈമനസ്യം കാണിക്കുന്നവരുടെ അനുഭവം എന്താണ് എന്നാണ്. അള്ളാഹുവിൻ്റെ അടിയാന്മാരായിക്കൊണ്ട് ആ റബ്ബിനെ ആരാധിക്കുവാൻ വൈമനസ്യം കാണിക്കുകയോ ധിക്കാരം കാണിക്കുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹു അവരെ വെറുതെ വിടുമെന്ന് കരുതണ്ട. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു വാക്യം എന്താണെന്നറിയോ? ഒന്നൊഴിയാതെ അവരെ മുഴുവനും അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഹാജരാക്കി അവർക്കെതിരിൽ നാം നടപടിയെടുക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥ വിശ്വാസം കൈമുതലാക്കി ജീവിക്കുകയും ആത്മാർത്ഥമായി സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരുടെ പ്രതിഫലങ്ങളെ അവൻ നിറവേറ്റി കൊടുക്കുകയും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നാണ്. ഇതാണ് വിശ്വാസികളുടെ തീരുമാനവും നിലപാടുമാകേണ്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കണമെങ്കിൽ ഏകനായ സൃഷ്ടാവിലെ വിശ്വാസത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അതല്ല നമ്മൾ വൈമനസ്യം കാണിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫയുഅദ്ദിബഹും അദാബൻ അലീമ, നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ, വേദനയേറിയായ ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയൻ വലാ നസീറ. ചേർത്ത് വെക്കേണ്ട വാക്കാണത്. നിങ്ങൾക്ക് അല്ലാഹുവല്ലാതെ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ച ഒരു സഹായിയും നിങ്ങൾക്കവിടെ ഉണ്ടാവുകയില്ല. കഠിനമായ ശിക്ഷയാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരിക. എന്തിൻ്റെ പേരില? ഏകനായ സൃഷ്ടാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ വൈമനസ്യം കാണിച്ചതുകൊണ്ട്, ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നതിൽ നമ്മൾ അഹംഭാവം കാണിച്ചതുകൊണ്ട് നമ്മെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷയാണ് എന്ന ഒരു താക്കീതോടു കൂടിയാണ് 6-ാമത്തെ ജുസ്ഇലെ സൂറത്ത് നിസാഇന്റെ ഭാഗങ്ങൾ അവസാനിക്കുന്നത്. ഇനി നമുക്ക് വായിക്കാം 6-ാമത്തെ ജുസ്ഇലെ 2-ാമതായി അധ്യായമായ സൂറ അൽ മാഇദ. സൂറ അൽ മാഇദയിലെ 1 മുതൽ 85 വരെയുള്ള ആയത്തുകൾ കൂടെ വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ ജുസ്ഇന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. അൽ മാഇദ നമുക്കറിയാം, അതിനർത്ഥം ഭക്ഷണത്തളിക എന്ന അർത്ഥമാണ്.
ഈ അധ്യായത്തിൽ തന്നെ 115-ാമത്തെ ആയത്തിൽ ഭക്ഷണത്തണിക എന്നുള്ള ചില പരാമർശങ്ങൾ കൊണ്ടാണ് ഈ സൂറത്തിന് അത്തരമൊരു പേര് ലഭിക്കാനുണ്ടായ കാരണം. മറ്റൊരു പേരായി ഇതിനറിയപ്പെടുന്ന അൽ ഉഖൂദ് എന്നുള്ളതാണ്, കരാറുബന്ധങ്ങൾ. ഈ അധ്യായത്തിൽ വിവിധ തരത്തിലുള്ള കരാറുബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ അധ്യായത്തിൻ്റെ തുടക്കം തന്നെ ചില കരാറുബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മദീനയിലാണ് ഈ അധ്യായത്തിൻ്റെ അവതരണം. 123 ആയത്തുകൾ അടങ്ങിയതാണ് ഈ അധ്യായം. ഈ അധ്യായത്തിൽ നമുക്ക് ആദ്യം ബോധ്യപ്പെടുന്ന ഒരു വിഷയം അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ അനാദരിക്കരുത് എന്നാണ്. അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത്. സത്യവിശ്വാസികൾ അനാദരിക്കുവാൻ പാടില്ലാത്ത അഥവാ അവർ പവിത്രമായി കരുതി ആദരിച്ചു പോരേണ്ട 5 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആദ്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം ശആഇർ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. ഇവിടെ ഈ ആയത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഭാഗം ഹജ്ജും ഉംറ കർമ്മങ്ങളോട് മക്ക ഹറമിനോട് ബന്ധപ്പെട്ട ചിഹ്നങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ആയത്ത് വായിക്കുമ്പോൾ, ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ സന്ദർഭത്തെ മനസ്സിലാക്കി നമുക്ക് ബോധ്യപ്പെടും. അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടുന്ന മര്യാദകളും ആദരവ് ലംഘിക്കാതെ അതിൻ്റെ പവിത്രത സൂക്ഷിക്കുവാനും നിർബന്ധമാണെന്നും ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളോട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഒരു ഭാഗം അഷ്ഹറുൽ ഹറാം. നമുക്കറിയാം, നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊന്ന് ബലികർമ്മത്തിനായി കഅബയിലേക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗങ്ങളും ആ ബലിമൃഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി അവയുടെ കഴുത്തിലണിയുന്ന ചില വസ്തുക്കളുമുണ്ട്, പരസ്പരം മാറിപ്പോകാൻ തിരിച്ചറിയാൻ വേണ്ടി. അതിനോട് നിങ്ങൾ ഒരിക്കലും അനാദരവ് കാണിക്കരുത് എന്ന് പറയുന്നു. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് ആലംഘനീയ മന്ദിരമായ കഅബയെ ഉന്നം വെച്ച് യാത്രയാകുന്നവർ. അതുപോലെ വിശുദ്ധ ഖുർആനിലെ സൂറ ഹജ്ജിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, കൃത്യമായും നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽ നിന്നുള്ളതാകുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളെയും എല്ലാ വിശ്വാസങ്ങളും പവിത്രതയോടുകൂടിയും അതുപോലെ തന്നെ ആദരവോടുകൂടിയും കാണേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. തൊട്ടടുത്ത ഭാഗമായി സൂറ മാഇദയിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഭാഗം വുളുഇൻ്റെ രൂപവും തയമ്മുവുമാണ്. നമുക്കറിയാം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മമാണ് നമസ്കാരം. ആ നമസ്കാരത്തിന് മുമ്പായി അവൻ അംഗശുദ്ധി വരുത്തണം. ആ ശുദ്ധി വരുത്തേണ്ട രൂപത്തെക്കുറിച്ച് കൃത്യമായി ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നു. ഇനി നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തയമ്മും എന്ന് പറയുന്ന രീതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം മതം, ഇസ്ലാം എന്ന് പറയുന്ന ഇത്രയും വിശാലമായ മനുഷ്യൻ ഇത്രമേൽ സുഖകരമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു മതം ഒരിക്കലും മനുഷ്യരെ കുടുസാക്കുന്നില്ല, അവനെ പ്രയാസപ്പെടുത്തുന്നില്ല. അവന് ഏറ്റവും ഉചിതമായ രീതിയിൽ നിർവഹിക്കാവുന്ന രൂപത്തിലാണ് ആരാധനാ കർമ്മങ്ങളെ ഒക്കെ കൃത്യമായി സംവിധാനിച്ച് നൽകിയിട്ടുള്ളത്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമസ്കരിക്കാൻ അവന് വുളുവെടുക്കുമ്പോൾ അവിടെ പ്രയാസമുണ്ട് എങ്കിൽ അടുത്ത ഒരു രീതിയെ വിശുദ്ധ ഖുർആൻ കൃത്യമായി നിർദ്ദേശിക്കുകയാണ്. ഇനി അതിനപ്പുറത്ത് പ്രധാനമായും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഭാഗം കേവലം ശാരീരികവും ബാഹ്യവുമായ മാലിന്യങ്ങളിൽ നിന്നുള്ള ശുദ്ധി മാത്രമല്ല വുളുവും തയമ്മും കൊണ്ട് ഉദ്ദേശം. അതിനപ്പുറത്ത് ആത്മീയവും മാനസികവുമായ ശുദ്ധിയും കൂടിയാകുന്നു. അതിനെ നമുക്ക് ചേർത്ത് വെച്ച് വേണമെങ്കിൽ ശാസ്ത്രവുമായി ചേർത്ത് വെച്ച് വായിച്ചാൽ കുറച്ചും കൂടെ കൂടുതൽ വിശാലമായി മനസ്സിലാകാവുന്ന ഒരു ഭാഗവുമാണ് എന്ന് ചേർത്ത് വെച്ച് പറയുന്നു. തൊട്ടടുത്തൊരു വിഷയത്തെ നമ്മൾ ബോധ്യപ്പെടേണ്ടത്, നീതിമുറക്കു സാക്ഷ്യം വഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നാണ്. നീതി നടപ്പിലാക്കണം. ഈ മഹാസമ്മേളനത്തിൻ്റെ പ്രമേയമുണ്ട്, വിശ്വമാനവികതയ്ക്ക് വേദ വെളിച്ചം. മാനവികത എന്ന് പറയുന്ന ഒരു സംസ്കാരം ഈ മനുഷ്യകുലത്തിൽ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ് മനുഷ്യർക്കിടയിൽ കൃത്യമായ നീതി നടപ്പിലാകണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ നീതി മുറക്ക് കൃത്യമായി സാക്ഷ്യം വഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണമെന്നാണ്. അഥവാ ഞാൻ നിങ്ങളുമൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധികാരികളാണ്. ഞാൻ നിങ്ങളുമൊക്കെ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ചില നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുകയും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും വിധി കൽപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു ജനതയോടുള്ള അമർഷം, നീതി പാലിക്കാതിരിക്കുവാൻ നിങ്ങൾ ഒരിക്കലും പ്രേരിപ്പിക്കരുത്. ഒരു വ്യക്തിയോടുള്ള അമർഷം, അവനെതിരിൽ നീതി പ്രഖ്യാപിക്കാൻ നിങ്ങൾ ഒരിക്കലും അത് കാരണമാകരുത്.
അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ മനുഷ്യകുലത്തിൻ്റെ മുമ്പിൽ കൃത്യമായി നീതി പുലർന്ന് കാണേണ്ടത് ആവശ്യമാണ്. അവിടെ നമ്മൾ കൃത്യമായി അനീതിയും അക്രമവും പ്രവർത്തിക്കാൻ പാടില്ല. നീതിയും മര്യാദയും പാലിക്കുന്നതിന് വേണ്ടി ഒരിക്കലും തന്നെ മറ്റൊരു സമൂഹത്തോടും മറ്റൊരു ജനതയോടുമുള്ള അമർഷം നമുക്ക് കാരണമാകാൻ പാടില്ല എന്ന് ചുരുക്കം. ഇനി തുടർന്നുള്ള ഏതാനും ചില ആയത്തുകളിൽ നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കരാറുകളെ കുറിച്ചാണ്. വേദക്കാരും അള്ളാഹുവിനോട് ചില കരാറുകൾ ചെയ്തുവെന്നും അവരതൊക്കെ ലംഘിച്ച് ദുർമാർഗത്തിൽ മുഴുകിയാണ് അവരുടെ ജീവിതം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇസ്രായേലുകാരുടെ കരാറും 12 നായകന്മാരും എന്നുള്ള വിഷയമാണ്. ഇസ്രായേലുമാരുടെ കരാർ എന്താണ്? കരാർ വേദഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കങ്ങളൊന്നും മൂടി വെക്കാതെ ആ വേദഗ്രന്ഥത്തിൽ യഥാരൂപത്തിൽ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേദക്കാർ പൊതുവിലും അവരിലെ പണ്ഡിതന്മാർ പ്രത്യേകിച്ചും ബാധ്യസ്ഥരാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നമ്മുടെ വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥത്തിലുള്ളത് നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലത് മറച്ചു വെക്കുവാനും ചിലതൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റത്തിരുത്തൽ കൊണ്ടുവരാനും സാധ്യമല്ല. അത് കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ വേദക്കാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ വേദത്തിലുള്ള വാക്യങ്ങൾ കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. അവരുടെ പ്രവാചകന്മാർ മുഖേന അവരെ ചുമതലപ്പെടുത്തുകയും അവരത് ഏറ്റെടുത്തുകയും ചെയ്തു. അതായിരുന്നു അവരോടുള്ള കരാർ. അള്ളാഹു മേടിച്ചു എന്ന് പറഞ്ഞ കരാർ ആ കരാറായിരുന്നു. പക്ഷേ ആ കരാർ അവർ പാലിച്ചില്ല എന്ന് മാത്രമല്ല, തങ്ങൾ ശരിക്കും പാലിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിട്ട് പിന്നെയും ആ കരാറ് ലംഘിച്ച് അവർ തോന്നിവാസത്തിൽ മുഴുകിയതിൻ്റെ ഫലമായിട്ടായിരുന്നു അള്ളാഹു അവരെ ശപിച്ചു കളഞ്ഞത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് അതുകൊണ്ട് നഷ്ടമായി. അതുമാത്രമല്ല ഉണ്ടായത്, അവരുടെ ഹൃദയങ്ങൾ കടുത്ത് ദുഷിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇനി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വെളിച്ചമൊന്നും കയറുകയില്ല, നിങ്ങൾ പറയുന്ന ഒരു വാക്കും ഞങ്ങൾ കേൾക്കുകയില്ല എന്ന് അവരുടെ ഹൃദയങ്ങൾ കൃത്യമായി തന്നെ ദുഷിച്ചു പോയത് കൊണ്ടായിരുന്നു. ആരാണ് ഈ 12 നായകന്മാർ? നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും 12 ഗോത്രങ്ങളെക്കുറിച്ച്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലുകാരും ചെങ്കടലിൽ കടന്ന ശേഷം സീനാ താഴ്വരയിൽ താമസിച്ചിരുന്ന കാലത്ത് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന കൻആൻ ദേശത്തെ ശത്രുക്കളെക്കുറിച്ച് ഒരു നിരീക്ഷണം നടത്തി വിവരം സമർപ്പിക്കുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരുടെ 12 ഗോത്രത്തിൽ നിന്നുമായി 12 നേതാക്കളെ മൂസാ അലൈഹി സ്വലാം അയച്ചിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് തൊട്ട് താഴെയുള്ള ആയത്തുകൾ കുറച്ചും കൂടെ വിശദമായി നമുക്ക് വായിക്കാൻ കഴിയും. ഇനി നിങ്ങൾ നോക്കൂ, വേദഗ്രന്ഥത്തിലെ പല സത്യങ്ങളും ഒളിപ്പിച്ചു വെച്ച വേദക്കാർ, ഇതൊരു വലിയ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് മാർഗനിർദ്ദേശനമായി നൽകിയ വേദഗ്രന്ഥത്തിൽ നിന്ന് പല സത്യങ്ങളും ഒളിപ്പിച്ചു വെച്ച വേദക്കാർ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാതെ വേദഗ്രന്ഥത്തിലെ പല സത്യങ്ങളും വേദക്കാർ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇത് പണ്ഡിതന്മാർക്കിടയിലുള്ള രഹസ്യങ്ങളായി മാത്രം അവർ അവശേഷിച്ചു. അങ്ങനെയുള്ള പല രഹസ്യങ്ങളും വിശുദ്ധ ഖുർആനും പ്രവാചകനും കൃത്യമായി മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൈവദൂതനാണ് എന്നുള്ള തെളിവും കൂടെയാണ്. കാരണം വേദഗ്രന്ഥത്തെക്കുറിച്ച് കൃത്യമായി അറിവില്ലാത്ത, എഴുത്തും വായനയും അറിയാതിരുന്ന ഒരു മനുഷ്യൻ മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിലെ സത്യങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, ഈ സൂറ അൽ മാഇദയുടെ അവസാന ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗം, രക്ഷ എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് ആരുടെയും കുത്തകാവകാശമല്ല. സത്യവിശ്വാസികൾ അഥവാ മുസ്ലിങ്ങൾ, യഹൂദികൾ, സ്വാബിയൗകൾ, ക്രിസ്ത്യാനികൾ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും പേരുള്ള സമുദായത്തിൽപ്പെട്ടവരുടെ കുത്തകാവകാശമല്ല വിജയം. ആർക്കാണ് അന്തിമ വിജയം ഉണ്ടാവുക? അത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകം കൃത്യമായി സൃഷ്ടിക്കുകയും നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ച് പരിപാലിക്കുകയും ചെയ്യുന്ന ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിച്ച് വിശ്വസിക്കുന്ന വിശ്വാസികൾ. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അത് പറയാനുണ്ടായ കാരണം? ഈ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും ആ അള്ളാഹു നിയോഗിച്ച ദൈവദൂതന്മാരെ ഒക്കെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും അവരോട് അഹംഭാവം കാണിക്കുകയും ചെയ്ത
ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, നിങ്ങൾ വിഭാഗങ്ങളായി, നിങ്ങൾ കക്ഷികളായി, നിങ്ങൾ മാറി മാറി പോയി കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അരികിൽ വിജയമുള്ളത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഒന്നേ ഉള്ളൂ, അത് ഇസ്ലാം മാത്രമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ വിഷയത്തിൻ്റെ അവസാനത്തെ ഭാഗം. സൽക്കാര്യങ്ങൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഉപദേശിക്കലാണ്. ദുഷിച്ച കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വിരോധിക്കാനും നമ്മൾ തയ്യാറാവണം. നല്ല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുള്ള സമൂഹങ്ങളെയൊക്കെ നമ്മൾ ഉപദേശിക്കണം. ദുഷിച്ച കാര്യങ്ങൾ കൊണ്ട് നമ്മളെ വിരോധിക്കണം. കാരണം സത്യവിശ്വാസികളുടെ മേൽ പൊതുവിലും അറിവും കഴിവുമുള്ളവരുടെ മേൽ വിശേഷിച്ചും അതൊരു കടമയാണ്. ഈ വിഷയം ഖുർആൻ വചനങ്ങളിലും നബി വചനങ്ങളിലും വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഒരേ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം എന്തുകൊണ്ടായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്ക് നാശം കടന്നു വരാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്കറിയാം, ധാർമ്മികത എന്ന് പറയുന്നത് അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുന്നു, അങ്ങേയറ്റം മോശമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ നന്മ കൊണ്ട് ഉപദേശിക്കണം. എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്? നമ്മളൊരു സുഹൃത്ത് തിന്മ ചെയ്യുന്നത് കാണുന്നു, അവനെ അതിൽ നിന്നും മാറ്റി നിർത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ അവനോട് ആ തിന്മ ചെയ്യരുത് എന്ന് കൽപ്പിക്കുന്നു. എന്നാൽ പിറ്റേ ദിവസവും നമ്മൾ ആ സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ അവനുമായി കൂടിയിരുന്ന്, അവനുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണവും പാനീയവും ഒക്കെ ഒരുമിച്ച് കഴിക്കുന്നു, നമ്മൾ അതുമായി മുഴുകിപ്പോകുന്നു. ഇതായിരുന്നു ഇസ്രായേലുകാരുടെ പതനത്തിന് കാരണമെന്ന് ഖുർആൻ പറയുന്നു. അവരൊരു തിന്മ കാണുമ്പോൾ അതിൽ നിന്ന് അവരെ വിരോധിച്ചുവെങ്കിലും പിന്നീട് അവരെ കാണുമ്പോൾ അവർ അവരുമായി കൂടിച്ചേർന്നു. നമ്മളുമായി ചേർത്ത് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചുറ്റും ഇത്തരം ഒരു വിഷയം കാണുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് ആ വ്യക്തിയെ, ആ കുടുംബത്തെ, ആ സമൂഹത്തെ അവരെ മാറ്റി നിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നാൽ പിറ്റേ ദിവസവും ആ തിന്മ കാണുമ്പോൾ നമ്മളും അതിലേക്ക് കൂടിച്ചേർന്ന് അവരുമായി മുഴുകിച്ചേരുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ച ജീവിത രീതിയല്ല. ഇത്രയും വാക്യങ്ങളാണ് നമുക്ക് 6ാമത്തെ ജുസ്ഇൽ സൂറ നിസാഇന്റെ 148 മുതൽ 176 വരെയുള്ള വചനങ്ങളിലും സൂറ മാഇദയുടെ 1 മുതൽ 85 വരെയുള്ള വചനങ്ങളിൽ നിന്നും പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ. വിശുദ്ധ ഖുർആനിനെ വീണ്ടും നമ്മൾ പഠിക്കുക, വിശുദ്ധ ഖുർആനിനെ വീണ്ടും നമ്മൾ പഠന വിധേയമാക്കുക. പ്രിയപ്പെട്ട അധ്യാപകൻ അബ്ദുസ്സലാം സ്വലമി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു തവണ വായിച്ചാൽ ആ ഖുർആനിൽ നിന്ന് അറിവ് ലഭിക്കും. വീണ്ടും നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കതിൽ നിന്ന് മുത്തും പവിഴവും പെറുക്കിയെടുക്കാൻ കഴിയും. നമുക്കത് കഴിയണം. വിശുദ്ധ ഖുർആനെ കൂടുതൽ പഠിക്കാനും വിശുദ്ധ ഖുർആനെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കാനും നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. വസല്ലല്ലാഹു അലാ നബിയിനൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിലെ 6ാം ജുസുവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണുള്ളത്. നേരത്തെ സുഹൃത്ത് റിയാസ് അതിൻ്റെ സംക്ഷിപ്ത രൂപം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ അധ്യായത്തിൽ അല്ലെങ്കിൽ ആ ജുസുയിൽ വന്ന ജുസ് സൂറത്തുൻ നിസാഇൻ്റെ 148 മുതൽ സൂറത്തുൽ മാഇദയിലെ 26 വരെയുള്ള വചനങ്ങളാണ്. ഇതിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രധാന വിഷയമായ പൂർവ്വവേദങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനും പൂർവ്വവേദങ്ങളും അറിയാവുന്നതുപോലെ ഇത് വലിയൊരു വിഷയമാണ്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പ്രയാസമുള്ളതാണ്. കാരണം ഒരു ബൃഹത് ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മളൊരു 10 മിനിറ്റിൽ സംസാരിക്കുക എന്നുള്ളത് പോസിബിളല്ല, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനെക്കുറിച്ചും മറ്റു വേദങ്ങളെക്കുറിച്ചും. അതുകൊണ്ട് തന്നെ അല്പം ചില ചിന്തകൾ, കൂടുതൽ വായനകൾക്ക് നിങ്ങൾ സമയം കണ്ടെത്തണം എന്നുകൂടെ ഉണർത്തുകയാണ്. എന്തിനാണ് വേദങ്ങൾ? അപ്പോൾ ആദ്യമുള്ള ചോദ്യം അതാണ്. വേദങ്ങൾ ആവശ്യമുണ്ടോ? ഇപ്പോൾ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു വേദത്തിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കറിയാവുന്നതുപോലെ നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മൾ തൊട്ടടുത്തുള്ള റോട്ടിൽ ചില നിയമങ്ങളുണ്ട്. ഒരു സുഗമമായ യാത്രക്ക് റോട്ടിൽ നിയമങ്ങൾ ആവശ്യമാണ്. അതുപോലെ നമ്മളൊരു വസ്തു, നിർമ്മിക്കപ്പെട്ടൊരു വസ്തുവിന് ചില നിയമങ്ങളുണ്ടാവും. നമ്മുടെ മൊബൈൽ ഫോണിന് ചില നിയമങ്ങളുണ്ട്. അത് ഇത്ര സമയം ചാർജിലിടണം, ഇത്ര സമയം കഴിഞ്ഞാൽ അത് ഓഫായി പോകും. അങ്ങനെ കൃത്യമായ അതിനൊരു നിയമവ്യവസ്ഥയുണ്ട്. അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവ് മനുഷ്യർക്ക് നൽകിയ
നിയമവ്യവസ്ഥകളാണ് വേദങ്ങൾ. ഈ വേദങ്ങളില്ലെങ്കിൽ നമ്മളൊരു നിയമം ഉണ്ടാക്കി. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നിയമങ്ങളുണ്ടല്ലോ. ആ നിയമം മനുഷ്യർ ഒത്തുചേർന്നിരുന്ന് എല്ലാവരും ചർച്ച ചെയ്ത് എല്ലാ മേഖലയിലുള്ള ആളുകൾ ഇരുന്നിട്ട് ഒരു നിയമം ഉണ്ടാക്കിയെന്ന് കരുതാം. ആ നിയമത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ചൈന നടപ്പിലാക്കിയ കുടുംബാസൂത്രണം. അതായത് ഒരു ദമ്പതിക്ക് ഒരു മകൻ, അങ്ങനെ ഒരു നിയമം അവരുണ്ടാക്കിയിരുന്നു. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ആ നിയമം പ്രായോഗികമല്ല. ജനസംഖ്യാ നിയന്ത്രണം ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മാറ്റേണ്ടി വന്നു. അത് 2 കുട്ടികളായി വർദ്ധിപ്പിച്ചു. ഇപ്പം 3 കുട്ടികളായി. ഇനി അവർ പറയുന്നത് എത്ര കുട്ടികളാണോ അതിനൊക്കെ ബോണസ് നൽകാം എന്നുള്ളതാണ്. അതായത് അവർ ഉണ്ടാക്കിയ നിയമം, ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം അല്പം വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മാറ്റേണ്ടി വന്നു. കാരണം ജനങ്ങളില്ലാതായി. അവിടുത്തെ ഫാക്ടറികളിലും മറ്റും ഈ സമ്പത്തില്ല, ജനസമ്പത്തില്ലാതായപ്പോൾ അവർ പ്രതിസന്ധിയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ മനുഷ്യനെ അറിയുന്ന സർവജ്ഞാനിയായ, കാലാതീതനായ, അതായത് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് അറിയുന്നവനും ചരിത്രങ്ങളെക്കുറിച്ചുമെല്ലാം അറിയുന്ന സർവജ്ഞാനിയായ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രമേ മനുഷ്യന് നിയമങ്ങൾ നൽകാൻ കഴിയൂ. അപ്പോൾ ഈ ദൈവിക നിയമങ്ങൾ എന്താണ്? എങ്ങനെ ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ടായി? അതിന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന ഒരു ഉത്തരമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 213 ആയത്ത്. മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു. കാനന്നാസു ഉമ്മത്തൻ വാഹിദ. ഒരൊറ്റ സമുദായമായിരുന്നു മനുഷ്യർ. എന്നാൽ അവർ ഭിന്നിച്ചു. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ മനുഷ്യനാണ്, ഒരുപാട് ചിന്താധാരകൾ വരും. ഒരു 2 ആൾ കൂടിയാൽ അഭിപ്രായം മാറും. അപ്പോൾ അഭിപ്രായങ്ങൾ വരും. സ്വാഭാവികമായും അവർ ദൈവിക വിഷയത്തിൽ ഭിന്നിച്ചു. അപ്പോൾ അവരിലേക്ക് സന്തോഷവാർത്ത അറിയിക്കാനും സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനും സത്യനിഷേധികൾക്ക് താക്കീത് നൽകുവാനുമായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. അതായത് മനുഷ്യരിൽ നിന്ന് തന്നെ ഉത്തമരായ ആളുകളെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഏതൊരു വിഷയത്തിൽ അവർ ഭിന്നിച്ചുവോ അതിൽ തീർപ്പു കൽപ്പിക്കാനായി ആ പ്രവാചകന്മാർക്ക് അള്ളാഹു വേദം നൽകുകയും ചെയ്തു. എന്നാൽ മനുഷ്യർ വിഭജിച്ചത് ഇത്തരം വേദങ്ങൾ വരാത്തത് കൊണ്ടല്ല, മറിച്ച് അവർക്കിടയിലുള്ള കക്ഷി മാത്സര്യവും സ്വന്തം താല്പര്യങ്ങളൊക്കെയാണ് അവർ തമ്മിൽ വിഭജിക്കാൻ കാരണമുണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതായത് മുമ്പ് വേദങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യനുള്ള കാലത്തൊക്കെയും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അത് 1-ാം നാൾ ആദം നബി മുതൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അത് അവസാനിക്കുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെയാണ്. അങ്ങനെ വേദങ്ങൾ ലോകത്ത് അവതരിച്ചിട്ടുണ്ട്. ഈ വേദങ്ങളിൽ വിശ്വാസികൾ എന്ന നിലയിൽ നാം എല്ലാ വേദങ്ങളിലും വിശ്വസിക്കേണ്ടവരാണ്. അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ കഴിഞ്ഞ ജുസിൽ വരുന്ന ഭാഗമാണ്. അതിലെ 136-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന വചനത്തിൽ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അവൻ്റെ ദൂതനിലും വിശ്വസിക്കണം, അവൻ്റെ ദൂതന് അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈമാൻ കാര്യങ്ങൾ 6 അതിലൊന്നാണ് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അപ്പോൾ മുമ്പുള്ള വേദങ്ങളിൽ നാം വിശ്വസിക്കണം എന്നത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞ വേദഗ്രന്ഥങ്ങൾ 4 ഖുർആൻ അടക്കം 4. ഒന്ന് സബൂറാണ്. അത് ദാവൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. 2-ാമത്തേത് തൗറാത്താണ്. തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് അവതരിപ്പിച്ചതാണ്. അതിൽ 3-ാമതായി പറയുന്നത് ഇഞ്ചീലാണ്. ഇഞ്ചീൽ ഈസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. 4-ാമത് അന്ത്യ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനുമാണ്. ഈ 4 ഗ്രന്ഥങ്ങളുടെ പേരെടുത്ത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇതല്ലാത്ത വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും ഖുർആനിൽ പ്രതിപാദ്യമുണ്ട്. ഇബ്രാഹിം നബിയുടെ ഏടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റു പ്രവാചകന്മാർക്കും ഇത്തരം ഏടുകളും വേദഗ്രന്ഥങ്ങളും നൽകിയതായിട്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ വിശ്വാസികൾ എന്ന നിലയിൽ
ഇത്തരം ഗ്രന്ഥങ്ങൾ ഇന്ന് നിലവിലുണ്ടോ? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ക്രിസ്തീയ മതസ്ഥരുണ്ട്, ജൂത വിഭാഗങ്ങളുണ്ട്, ഹൈന്ദവ വിഭാഗങ്ങളുണ്ട്. ഇവർക്കൊക്കെ വേദഗ്രന്ഥങ്ങളുമുണ്ട്. എങ്കിൽ ഏതാണ് കൃത്യമായി ദൈവികം? ഏതിനെയാണ് നാം പിൻപറ്റേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുന്നത് മുൻകാല വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിച്ചത് എന്നാണ്. അപ്പോൾ മുമ്പുള്ള വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. എങ്കിൽ മുമ്പുള്ള വേദങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു. അതിൻ്റെ ബാക്കി പത്രങ്ങളായി ഇന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് ജൂതരുടെ തോറയും ക്രിസ്തീയ വിഭാഗം അംഗീകരിക്കുന്ന ബൈബിളും. ബൈബിളിൻ്റെ പുതിയ നിയമവും പഴയ നിയമം, ബൈബിൾ രണ്ടും ചേർന്നതാണ്, പുതിയ നിയമവും പഴയ നിയമവും. ഈ പുതിയ നിയമം ക്രിസ്ത്യാനികൾ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, എന്നാൽ പഴയ നിയമം ജൂതരും അംഗീകരിക്കുന്നതാണ്. പിന്നെയുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഏറെയുള്ള ഹൈന്ദവ വിഭാഗങ്ങളുടെ വേദഗ്രന്ഥങ്ങളാണ്. ഇതിൽ ഏതാണ് ദൈവികം? ഏതാണ് സത്യം? എല്ലാം സത്യമാണോ? എല്ലാത്തിലും സത്യമുണ്ടോ എന്നുള്ള കുറേ ചോദ്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പുതിയൊരു ചിന്താധാര വന്നിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും നല്ലതെടുത്ത് സ്വീകരിക്കുകയും എല്ലാത്തിലെയും തിന്മകൾ ഉപേക്ഷിക്കുക എന്നുള്ളൊരു ചിന്താധാര ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സർവമത സത്യവാദം എന്നൊക്കെ പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് എല്ലാ വേദഗ്രന്ഥങ്ങൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ വേദങ്ങൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്ത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ കൃത്യമായി പറയുന്നു. അതിങ്ങനെയാണ്: അവർ എന്നാൽ സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതാണ് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം. ഇവിടെ ഉദ്ദേശ്യം മുമ്പ് കഴിഞ്ഞ വേദങ്ങളെക്കുറിച്ചാണ്. അത് എഴുതിയുണ്ടാക്കിയ ക്രിസ്തീയ ജൂത പുരോഹിതന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവർ വില കുറഞ്ഞ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്നും വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു. അതായത് മുൻകഴിഞ്ഞ വേദങ്ങൾക്കൊക്കെയും അതിലൊക്കെയും കൈക്കടത്തലുകൾ നടന്നിട്ടുണ്ട്. ഇത് വിശുദ്ധ ഖുർആനാണ് പറയുമ്പോൾ ബാക്കിയുള്ളവർ കൃത്യമായി അത് വിശ്വസിക്കുമോ? അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള അന്യമത വിഭാഗങ്ങൾ അവരിത് സമ്മതിച്ചു തരുമോ? ഇല്ല, നിങ്ങളുടെ വേദമായതുകൊണ്ട് പറയുകയാണ് എന്ന് പറയും. അപ്പോൾ അത് തെളിയിക്കാൻ എന്താണ് മാർഗം? അതിന് വിശുദ്ധ ഖുർആൻ തന്നെ ഒരു മാർഗം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, വളരെ ലളിതമായൊരു ടെസ്റ്റാണ്. ലളിതമാണ്. വൈരുദ്ധ്യങ്ങളുണ്ടോ? നിങ്ങളുടെ ഗ്രന്ഥത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഒരു സർവജ്ഞാനിയായ സൃഷ്ടാവിൽ നിന്നുള്ളതാണെങ്കിൽ അതിൽ വൈരുദ്ധ്യങ്ങൾ സംഭവിക്കില്ല. അതല്ല, മനുഷ്യർ കാലങ്ങൾക്കും കുറച്ചു കാലത്തെ ജീവിതം അല്ലെങ്കിൽ അറിവ് കൊണ്ട് എഴുതുന്ന മനുഷ്യനെ സംബന്ധിച്ച് സ്വാഭാവികമായും അവൻ എഴുതി ചേർക്കുന്നതിൽ വൈരുദ്ധ്യങ്ങളുണ്ടാകും. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 82-ാമത്തെ ആയത്തിലൂടെ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. അഫല യതദബ്ബറൂനൽ ഖുർആൻ. നമ്മൾ ഒരുപാട് തവണ കേട്ട ആയത്താണ്. അഫല യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ ശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നായതുകൊണ്ട് അതിൽ വൈരുദ്ധ്യങ്ങളില്ല. എന്നാൽ മറ്റു ഗ്രന്ഥങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് അറിയപ്പെടുന്ന നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഖുർആനിൽ വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ശക്തമായി പറയുന്നത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന, ജൂതരും ക്രൈസ്തവരും അംഗീകരിക്കുന്ന പഴയ നിയമത്തിൽ പറയുന്നൊരു ഭാഗമാണ്. യേശുവിൻ്റെ പിതാവായ യോസേഫിൻ്റെ പിതാവ് യാക്കോബാണെന്ന് മത്തായി സുവിശേഷത്തിൽ പറയുന്നു. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് യോസഫിൻ്റെ പിതാവ് ഹേലിയാണ്. അതായത് നമ്മൾ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഉപ്പ തന്നെ മാറുന്നു. ആരെ? യേശുവിൻ്റെ. അതായത് അവരെ ഏറ്റവും വലിയ വ്യക്തി അല്ലെങ്കിൽ അവരെ ദൈവം എന്നവർ പറയുന്ന യേശുവിൻ്റെ പിതാവ് തന്നെ ബൈബിളിൽ മാറുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാറുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരാളും
ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരാളുമാകുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഈ വൈരുദ്ധ്യമുണ്ടോ എന്നതിന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, മുമ്പൊക്കെ കേട്ടതാകാം. ഏലി ഏലി ലാമ സബക്താനി. യേശു മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്യങ്ങളാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഇത് ഉറക്കെ നിലവിളിച്ചിട്ടാണ് യേശു മരിക്കുന്നത് എന്നാണ് മത്തായി സുവിശേഷത്തിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 50 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്. അതായത് നീ എന്തിനു എന്നെ ഉപേക്ഷിച്ചു എന്ന ദുഃഖാർദ്ധനായിട്ടാണ് യേശു മരിക്കുന്നത്. എന്നാൽ യോഹന്നാനിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ തിരിച്ചാണ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ശാന്തിയോടെയാണ് യേശു മരിച്ചത് എന്നാണ്. ഒരു സ്ഥലത്ത് പറയുന്നു യേശു എല്ലാം ഏറ്റുപറഞ്ഞ് ദുഃഖിതനായി മരിച്ചുപോയി എന്നാണ്. എന്നാൽ ഇപ്പുറത്ത് പറയുന്നു യേശു സന്തോഷവാനായി മരിച്ചു എന്ന്. ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. നോക്കൂ നിങ്ങൾ, യേശുവിൻ്റെ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ യേശുവിൻ്റെ ആദ്യം ഉപ്പ എന്ന് പറയുന്നിടത്ത് മാറ്റം സംഭവിക്കുകയാണ്. ആദ്യത്തിൽ തെറ്റുപറ്റി, യേശു മരിക്കുമ്പോഴും തെറ്റുപറ്റുകയാണ്. യേശുവിൻ്റെ ജീവിതമാണ് ബൈബിൾ. ഇപ്പോൾ ബൈബിൾ എന്ന് പറയുന്ന ആദ്യം അവർ മുമ്പോട്ട് വെക്കുന്ന യേശു ആദ്യം മുതൽ അവസാനം വരെ വൈരുദ്ധ്യമാണ് ബൈബിളിൽ. ഓക്കെ, ഇനി രണ്ടാമത്തേത് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരുപാട് എക്സാമ്പിളുകൾ കേട്ടോ. ബൈബിളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ബൈബിളിൽ ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത് കർത്താവാണെന്ന് പറയുന്നു. ശമൂവേലിൻ്റെ 2-ാം പുസ്തകത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആ കർത്താവല്ല പറഞ്ഞത്, സാത്താനാണ് പറഞ്ഞതെന്ന് ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. അതായത് നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. ആദ്യം പറയുന്നു കർത്താവാണ് ഇസ്രായേലിയുടെ ജനസംഖ്യ എടുക്കാൻ ദാവൂദിനെ നിയോഗിച്ചതെന്ന് പറയുന്നു. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതല്ല, സാത്താനാണ് പറഞ്ഞത് എന്ന്. അതുപോലെ വീണ്ടും ഒരുപാട് എക്സാമ്പിളുകൾ കാണാം. സിറിയക്കാരുടെ തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും ദാവീദ് വധിച്ചെന്ന് ശമൂവേലിൻ്റെ 2-ാം പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 18-ാം വചനത്തിൽ പറയുന്നു. അതേ കാര്യം ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ മാറുകയാണ്. അവിടെ നേരത്തെ പറഞ്ഞത് 40,000, 700 തേരാളികൾ എന്ന് പറഞ്ഞു. അടുത്തിലേക്ക് വന്നപ്പോൾ 7,000 ഒന്നുമില്ല, കോപ്പി അടിച്ചോ അല്ലെങ്കിൽ എഴുതി ചേർത്തപ്പോൾ 0 കൂടിപ്പോയി. ഓക്കെ, ഒരേ സ്ഥലത്ത് തന്നെ ഒരേ ഗ്രന്ഥത്തിൽ തന്നെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു, 0 കൂടിപ്പോയി. ബൈബിളിൽ ഇത്തരം വൈരുദ്ധ്യങ്ങൾ നമുക്ക് ധാരാളം കാണാം. അതുപോലെ ഹൈന്ദവ വേദത്തെക്കുറിച്ച്, അവരെ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളെക്കുറിച്ച് അവരിൽ തന്നെ ഒരു പണ്ഡിതൻ പറഞ്ഞ ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഉപനിഷത്തുകളിലെ ജ്ഞാനരും അജ്ഞാതരുമായ പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഉപനിഷത്ത് അറിയുന്നവരും അറിയാത്തവരും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതിൽ പറയുന്നത്, ചിലർ അരുണിയെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ യാജ്ഞവൽക്കനെയും അദ്വൈത വിജ്ഞാനവാദികളായിരുന്നു. ഇവർ രണ്ടുപേരും, അതായത് നേരത്തെ പറഞ്ഞ അരുണിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ യാജ്ഞവൽക്കനെയും അദ്വൈത വിജ്ഞാനവാദികളായി കരുതുന്നു. അതായത് അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമില്ല, ദ്വൈ എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. അതായത് സൃഷ്ടാവും സൃഷ്ടിയും വെവ്വേറെയല്ല, അദ്വൈതം രണ്ടും ഒന്നിൽ ഉൾച്ചേരുന്നു എന്നുള്ള സിദ്ധാന്തക്കാരാണ്. എന്നാൽ വേറൊരു വിഭാഗം ദ്വൈത സിദ്ധാന്തക്കാരാണ്. അതായത് ദൈവവും സൃഷ്ടിയും സൃഷ്ടാവും വ്യത്യസ്തരാണ്, രണ്ടും രണ്ടാണ്. ഇസ്ലാമൊക്കെ മുമ്പോട്ട് വെക്കുന്ന ആദർശം അതാണ്. സൃഷ്ടാവും സൃഷ്ടികളും ലൈസക മിസ്ലിഹി ഷൈ, അവന് തുല്യമായ ആരും തന്നെ ഇല്ല. അതായത് സൃഷ്ടാവിനെ പോലെയല്ല സൃഷ്ടികളൊന്നും, രണ്ടും രണ്ടാണ് എന്ന വാദക്കാർ അവർക്കിടയിലുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ടും പോസിബിളാണ് എന്ന വാദക്കാരും ഈ ഉപനിഷത്ത് എഴുതിയ ആളുകളിലുണ്ട്. ഇവർ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശങ്ങളാണ് ഉപനിഷത്തുകളായിട്ട് ഇന്ന് ലഭ്യമായിട്ടുള്ളത് എന്ന് അവർ തന്നെ പറയാൻ. അതായത് അടിസ്ഥാന തത്വത്തിൽ, ദൈവമെന്ന അടിസ്ഥാന തത്വത്തിൽ തന്നെ പിഴച്ചു പോകുന്ന ചിന്താധാരകൾ ഇതിൻ്റെ എല്ലാം ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു പരിശോധന, ഈ വേദഗ്രന്ഥങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ധാർമ്മികതയും പ്രായോഗികതയും, മുമ്പോട്ട് വെക്കുന്ന ധാർമ്മിക സിദ്ധാന്തങ്ങൾ, അതിൻ്റെ പ്രായോഗികത, അത് നമുക്ക് പഠിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 എക്സാമ്പിളുകൾ കൊടുക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത്
ഏറ്റവും ധാർമ്മികപരമായ മാതൃകാപരമായ നിയമങ്ങളാണ് വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെക്കുന്നത് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 185 വാക്യം, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളുമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. നമുക്കൊക്കെ അറിയാവുന്ന വചനമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുന്ന ആ ആയത്താണ്. അതിൽ പറയുന്നത് മനുഷ്യർക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത അസത്യത്തെയും സത്യത്തെയും വേർതിരിച്ചു കാണിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെച്ച ധാർമ്മിക സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനം അതാണ്. സത്യവും അസത്യവും വേർതിരിക്കുന്നു. മനുഷ്യന് ജീവിതത്തിൽ പ്രായോഗികമായ സിദ്ധാന്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെക്കുന്നത്. എന്നാൽ നമുക്ക് മറ്റു വേദങ്ങളിലെ സിദ്ധാന്തങ്ങളൊന്ന് പരിശോധിച്ചു നോക്കാം. ബൈബിളിലെ കൊരിന്ത്യർ 1 പുസ്തകത്തിൻ്റെ 7 അധ്യായത്തിലെ 1 വാക്യം പറയുന്നത് സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത് എന്നാണ്. നമുക്കറിയാം, അവരിൽ സന്യാസം അവരിലുണ്ട്. അച്ഛന്മാരൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. കന്യാസ്ത്രീകളുണ്ട്, അതായത് വിവാഹം കഴിക്കാതെ സന്യാസികളായി ജീവിക്കുന്ന ആളുകൾ. അവർക്ക് അതിന് പ്രേരണയാകുന്ന വചനങ്ങളാണ്. കൊരിന്ത്യർ 1 പുസ്തകത്തിൻ്റെ 7 അധ്യായത്തിൻ്റെ 1 വചനം, സ്ത്രീയെ സ്പർശിക്കുന്നത് പുരുഷന് നല്ലത്, സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നതാണ് നല്ലത്, തൊടാൻ പാടില്ല എന്നുള്ളത്. പിന്നെ അതേ പുസ്തകത്തിൻ്റെ 39 വചനത്തിൽ 7 അധ്യായത്തിൻ്റെ 39 വചനം പറയുന്നു, വിവാഹ ബന്ധത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് പരിശുദ്ധവാനാകാൻ നല്ലത് വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കലാണ് എന്ന്. നോക്കൂ നിങ്ങൾ, ഈ ഒരു നിയമം ക്രിസ്ത്യാനികൾ പാലിച്ചാൽ പിന്നെ ക്രിസ്ത്യാനികൾ ലോകത്തുണ്ടാവില്ല. ഇനി മനുഷ്യരെല്ലാവരും പാലിക്കുകയാണെങ്കിലോ മനുഷ്യകുലം തന്നെ അസ്തമിച്ചു പോകും. അത്രയും അപ്രായോഗികമായ നിയമമാണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഇനി അതുപോലെ നമ്മൾ പരിശോധിക്കുകയാണ്, ഇപ്പോൾ ഹൈന്ദവ വേദങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കൗശീതകി ബ്രഹ്മോപനിഷത്തിൽ ഇന്ദ്രൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: മാതൃവധം, പിതൃവധം, മോഷണം, ഭ്രൂണഹത്യ തുടങ്ങിയ പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും എൻ്റെ ആളുകളാണോ നിങ്ങൾ യാതൊരു ശങ്കക്കും ഇടയില്ല എന്നാണ്. എൻ്റെ ആളുകളാണോ, നമ്മൾ പറയുന്നത് നമ്മൻ്റെ ആളുകളാണെങ്കിൽ പ്രശ്നമല്ല എന്ന് പറയുന്നത് നമ്മുടെ ഗ്രന്ഥമല്ല, അവരുടെ ഉപനിഷത്താണ്. അതിൽ പറയുന്നത് വളരെ കൃത്യമാണ്. അത് മാതാവിനെ കൊന്നാലും പിതാവിനെ കൊന്നാലും മോഷണം ചെയ്താലും ഭ്രൂണഹത്യ ചെയ്താലും നമ്മുടെ ആളാണെങ്കിൽ കുഴപ്പമില്ല എന്നൊരു സിദ്ധാന്തം മുമ്പോട്ട് വെക്കുകയാണ്. ഇതുപോലെ ഹൈന്ദവ വേദങ്ങൾ മുമ്പോട്ട് വെക്കുന്ന പല സിദ്ധാന്തങ്ങളും നമുക്ക് പരിശോധിച്ചാൽ വളരെ അപ്രായോഗികമാണ്. എനിക്ക് ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ പുതിയ കാലത്ത് ഏറെ ശ്രദ്ധേയമായ ആളാണല്ലോ ശ്രീരാമൻ. ശ്രീരാമൻ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെയാണ് കാട്ടിൽ കൊണ്ടുപോയാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ദൈവം അല്ലെങ്കിൽ ദൈവത്തെ പോലെ കാണുന്ന ആൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സതി ആചാരം, ഒരിക്കലും പ്രായോഗികമല്ലാത്ത സതി ആചാരം, അതായത് ഭർത്താവ് മരിച്ചാൽ വിധവയായ സ്ത്രീ എന്ത് ചെയ്യണം? ആ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം. ഇസ്ലാം അവിടെയൊക്കെ മുമ്പോട്ട് വെക്കുന്നത് വളരെ ഉദാത്തമായ സിദ്ധാന്തങ്ങളാണ്. ഒരാൾ മരിച്ചാൽ, വിധവയായാൽ, അവരുടെ ഭാര്യ വിധവയായാൽ അവരെ സംരക്ഷിക്കുന്നത് പുണ്യമാണ് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ ഒരുപാട് സതി, അതുപോലെ നമ്മൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇസ്ലാം വളരെ പ്രായോഗികമായി തൊലാഖ് എന്ന സിസ്റ്റം മുമ്പോട്ട് വെക്കുകയാണ്. ഒരിക്കലും ഒത്തുപോകില്ലെങ്കിൽ അവർക്ക് തൊലാഖ് ചെല്ലാം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രായോഗികമായ നിയമമാണ്. അല്ലാതെ ആത്മഹത്യയിലേക്ക് പോകാനോ ഒന്നും പാടില്ല എന്നുള്ള കൃത്യമായ നിയമം മനുഷ്യന് പ്രയോഗിക്കാൻ കഴിയുന്ന നിയമങ്ങളാണ് വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്. ഒരു ഗ്രന്ഥം അത് അവതരിക്കുന്നത് പൂർവ്വവേദങ്ങളിലെ സത്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടും അതിലെ അസത്യങ്ങളെ ഇല്ലായ്മ ചെയ്തും അവർ ഒളിച്ചു വെച്ചതിനെ തെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നും അവതരിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് പദ്യമല്ല, ഗദ്യമല്ല, എന്നാൽ അതിനേക്കാൾ മികച്ചതാണ്. ആശയ സമ്പുഷ്ടതയുള്ളതാണ്. ഏതു മനുഷ്യനും, അത് എത്ര സവർണനാണെങ്കിലും അവർണനാണെങ്കിലും ഏത് നിലയിലുള്ള ആളാണെങ്കിലും അയാൾക്ക് സ്വീകരിക്കാവുന്ന നിയമങ്ങളാണ് വിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെക്കുന്നത്. ഏത് നാട്ടിലും
ഏത് സമയത്തും നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന നിയമങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായത്തിൽ 115-ാം വചനം നമുക്കിവിടെ ഏത് കാലത്തും നമുക്ക് പ്രചോദനമേകേണ്ട ഒരു ആയത്ത് കൂടിയാണ്. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദില. നിന്റെ രക്ഷിതാവിൻ്റെ വചനം സത്യത്തിലും നീതിയിലും പരിപൂർണമായിരിക്കുന്നു. ലാ മുബദ്ദില ലി കലിമാതി. അവൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ ആരുമില്ല. വഹുവ സമീഉൽ അലീം. അവനാകുന്നു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുൽ നിന്ന് അവതരിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് എല്ലാ കാലത്തെ ജനങ്ങൾക്കും ജീവിതത്തിൽ പ്രായോഗികമായ നിയമങ്ങളാണ് അത് മുമ്പോട്ട് വെക്കുന്നത്. നമ്മുടെ ജീവിതത്തോട് വിശുദ്ധ ഖുർആൻ ചേർക്കുക, കൂടുതൽ വായിക്കുക. വിശുദ്ധ ഖുർആനിനെ മറ്റു വേദഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യുന്ന പഠനങ്ങൾ ഒരുപാട് ലഭ്യമാണ്. നമ്മുടെ യുവത പബ്ലിഷ് ചെയ്ത ഇസ്ലാം വോളത്തിൻ്റെ 1-ാം വോളത്തിൽ വിശ്വാസ ദർശനങ്ങൾ എന്ന വിഷയത്തിൽ ആ ഭാഗത്ത് അതിൽ വേദഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു ഭാഗം കാണാം. നിങ്ങൾക്ക് വായിച്ചു നോക്കാം, കൂടുതൽ പഠിക്കാം. അതുപോലെ താരതമ്യ പഠനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ സത്യത ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ പാലിക്കുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. വിശുദ്ധ ഖുർആൻ മുമ്പുള്ള വേദങ്ങളെ സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ, തെറ്റുകളെ തിരുത്തി സത്യപ്പെടുത്തിയ വേദഗ്രന്ഥമാണ്. ആ സത്യത്തെ ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പാലിക്കുക. അതിനെ അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനൽ മുസ്തഫ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.